മരണസംഖ്യ കൃത്യമായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് മാത്രം നൽകുന്നതായിരിക്കും നല്ലത്. ആ നിലയ്ക്ക് 4 മരണമാണ് ഇതുവരെ അവിടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല. 4 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനപ്പുറത്ത് വലിയ ഒരു ദുരന്തമായി ഒരുപക്ഷെ മാറിയേക്കാം. വലിയ ഒരു ദുരന്ത ഭൂമിയായി എന്തായാലും ചൂരൽമല മാറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുത്തിയൊലിച്ചു പോകുന്ന മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോഴും അവിടെ. ചൂരൽമലയിലെ പാലം തകർന്നിട്ടുണ്ട്. ആ ഗ്രാമത്തിലേക്കുള്ള പാലം തകർന്നിട്ടുണ്ട്. ആ പാലം പുനർനിർമ്മിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമല്ല, പകരം അവിടെ ഗോവണി വെച്ചുകൊണ്ട് അതുവഴിയാണ് ആളുകളെ ഇപ്പോൾ ഇക്കരയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മേപ്പാടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബാബു, ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ താങ്കളും ഏർപ്പെടുന്നുണ്ടാവുമല്ലോ, എന്താണ് അവസ്ഥ? ബാബു, കേൾക്കാമോ? എന്താണ് അവിടുത്തെ അവസ്ഥ? അതിഭീകരമായ ഒരു അവസ്ഥയാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ഇവിടെ ഒട്ടേറെ വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നു. 5ഓളം മൃതദേഹങ്ങൾ നമുക്കിപ്പോ കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്താൻ വളരെ പ്രയാസം നേരിടുകയാണ്. പുഴയിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായ മുണ്ടക്കൈക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം. അവിടെയുള്ള പാടികളും അതുപോലെ തന്നെ ഒട്ടനവധി വീടുകളും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ എപ്പോഴും ഞങ്ങൾക്കാർക്കും സാധിക്കുന്നില്ല. പുഴയിൽ വെള്ളം അത്രയും ഉയർന്ന് ഒഴുകുകയാണ്. ഇപ്പോ ബാബു, താങ്കൾ ഇപ്പോ എവിടെയാ ഉള്ളത്? ഉരുൾപൊട്ടൽ സംഭവിച്ച ഏകദേശം ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയ്ക്ക് പുഴയുടെ സൈഡിലുള്ളത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ വീടുകളോ പാടികളോ ഒക്കെ ഉണ്ടോ? പാടികളും വീടുകളും പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട്. പിന്നെ മുണ്ടക്കൈയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ഒരു രൂപം തെളിഞ്ഞു വന്നിട്ടില്ല. കാരണം നമുക്ക് രക്ഷാപ്രവർത്തകർക്കാരും തന്നെ അവിടെ എത്തിപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ നിന്നാണല്ലേ? മുണ്ടക്കൈയാണ്. അവിടെ തൊട്ടടുത്ത് ഇപ്പൊ ചൂരൽമല പ്രദേശത്തുള്ള രക്ഷാപ്രവർത്തനം നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയാലേ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഈ മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശത്ത് ഈ പുഴ ഒഴുകുന്നതിന്റെ തീരത്തൊക്കെ, ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തൊക്കെ ഏകദേശം എത്ര ആളുകൾ വസിക്കുന്നുണ്ടാവും? വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണക്കെടുപ്പ് നമുക്കിപ്പോ എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില്ല. കാരണം അത്രയും മണ്ണും കല്ലും വന്ന് അടിഞ്ഞിട്ട് വീട് എവിടെയാണ് നിന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ചൂരൽമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നശിച്ചു. അവിടെയായിരുന്നു നമ്മള് ക്യാമ്പ് വെച്ചിരുന്നത്, ആൾക്കാർ മാറ്റി പാർപ്പിച്ചിരുന്നത്. അവരും നമ്മളെ തത്സമയം ഒരു മാറിക്കൊണ്ട് മാത്രമാണ് അവരെ ജീവൻ രക്ഷപ്പെട്ടത്. ശരിക്ക് അവിടെ ഈ ക്യാമ്പൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അവിടെ ഒരു മുന്നറിയിപ്പ് നിലനിന്ന പ്രദേശമാണ്. അതിനനുസരിച്ചുള്ള ഒരു ഇടപെടലോ ആളുകളെ മാറ്റി പാർപ്പിക്കലോ ഒക്കെ നടന്നിട്ടുണ്ടോ അവിടെ? ഞങ്ങള് ഇന്നലെ രാവിലെ മുതല് മിനിഞ്ഞാന്ന് രാത്രി 12 മണിയോടുകൂടി തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലെ അവിടുത്തെ ചെറുപ്പക്കാരെ, അവിടുത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരുന്നു. നമ്മൾക്ക് രാവിലെയാണ് എത്താൻ കഴിഞ്ഞത്. രാവിലെ എത്തിയോടെ തന്നെ കോളനികളിലുള്ളതും അതുപോലെ ആ പ്രദേശത്തിന് ഒട്ടേറെ പേരെ നമ്മൾ ബന്ധുവീടുകളിലേക്ക് അതുപോലെ തന്നെ ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോൾ 7 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ആ 7 മരണങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ചൂരൽമല മേഖലയിൽ മാത്രമാണ്. അതിനപ്പുറത്ത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? കൂടാനാണ് സാധ്യത. കാരണം വെച്ചാൽ നമുക്ക് നോക്കിയാൽ കണ്ണെത്താത്ത വിധത്തിലാണ് ഉരുൾപൊട്ടി വന്ന പ്രദേശം കാണാൻ കഴിയുന്നത്. അതും മുണ്ടക്കൈന്റെ ഭാഗമാണ്. അത് അവിടെ എത്തിക്കഴിഞ്ഞെങ്കിലാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് എത്രത്തോളം വീടുകളും പാടികളും ഒക്കെ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ മുന്നറിയിപ്പൊക്കെ നിലനിന്ന സ്ഥലമാണ്. നേരത്തെ ആളുകളെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയും കുറയട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചാണ് അത് ആവർത്തിച്ച് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ആളുകൾ രക്ഷപ്പെട്ടു, വലിയ ഒരളവിൽ ഭൂമിയും വീടുകളും ഒക്കെ നശിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ രക്ഷപ്പെടും എന്ന് പ്രത്യാശിക്കാമോ? നമുക്ക്
നശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവര് വിലപ്പെട്ട ഭൂമിയടക്കം മറ്റുള്ള അവരുടെ ബന്ധുക്കളടക്കം പലരും നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.